ലൈവ് അറ്റ് 6 സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി. മൊഴിയിൽ പറഞ്ഞ 5 സംഘത്തെ കണ്ടെത്താൻ നീക്കം. പോറ്റിയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ പരിശോധന. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന PS പ്രശാന്ത്. സാമ്പത്തിക ദുർവ്യയത്തിൽ ദേവസ്വം ബോർഡിന് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. കോൺഗ്രസിന്റെ വിശ്വാസ സംരക്ഷണ ജാഥയ്ക്ക് അല്പസമയത്തിനകം പന്തളത്ത് സമാപനം. കുട്ടിയെ സ്കൂൾ മാറ്റാൻ തീരുമാനിച്ചിട്ടും തീരാതെ ഹിജാബ് വിവാദം. വിദ്യാഭ്യാസ മന്ത്രിയെ പിന്തുണച്ച് മുസ്ലിം ലീഗ്. നിയമം പറഞ്ഞ് ഹിജാബ് തടയാനാകില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടി. കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനം മറുപടി അർഹിക്കാത്തതെന്ന് V ശിവൻകുട്ടി. വർഗീയ പ്രചാരണത്തിൽ PTA പ്രസിഡന്റിനെതിരെ പോലീസിൽ പരാതി. പുനഃസംഘടനയിൽ പുകഞ്ഞ കോൺഗ്രസ്. അതൃപ്തി പരിഹരിക്കാൻ ഹൈക്കമാൻഡ് ഇടപെടും. K മുരളീധരനുമായി ചർച്ച നടത്തും. വിഷമം തുറന്നു പറഞ്ഞ ചാണ്ടി ഉമ്മൻ. ഒരേ സ്ഥലത്ത് MLA ആയിരുന്ന 53 വർഷക്കാലം MLA ആക്കിയത് എൻ്റെ പാർട്ടിയാണ്. എൻ്റെ ജീവിതം എൻ്റെ പാർട്ടിക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷെ ഞാനൊരു മനുഷ്യനാണ്. ചില സാഹചര്യങ്ങളിൽ എനിക്ക് വിഷമം വന്നെന്നിരിക്കാം. ചാണ്ടിയെയും അബിൻ വർക്കിയെയും തഴഞ്ഞതിനെതിരെ തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭ. തകർത്തു പെയ്ത് തുലാവർഷം. കോഴിക്കോട് മലയോര മേഖലകളിൽ കനത്ത മഴ. നിരവധി ഇടങ്ങളിൽ വെള്ളം കയറി. മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ച് ഇടുക്കി. ഇന്ന് 4 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. സജിത കൊലക്കേസിൽ നെന്മാറയിലെ കൊടും കുറ്റവാളി ചെന്താമരയ്ക്ക് ഇരട്ട ജീവപര്യന്തവും 3 ലക്ഷം രൂപ പിഴയും. വിധി കേട്ട് കൂസലില്ലാതെ ചെന്താമര. അങ്ങനെ വന്നാൽ ഇപ്പോഴും ഒരു ഭയത്തിൽ തന്നെയാണല്ലേ? നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ഭീഷണിയും ഭയം ഉണ്ട് ഇയാളെ. അതുകൊണ്ട് ഇനി ഒരിക്കലും ഇയാളെ പുറത്തു വിടരുത്. വിധിയിൽ തൃപ്തരെന്ന സജിതയുടെ മക്കൾ. മെസ്സി വരുമെന്ന പ്രതീക്ഷ വേണ്ടെന്ന സൂചനകൾ. കേരളത്തിലേക്കുള്ള അർജന്റീന ടീമിന്റെ വരവിൽ സ്ഥിരീകരണമില്ല. മൊറോക്കോയുമായുള്ള മത്സരത്തിന് AFA ചർച്ച നടത്തി. ഇന്നലെ തുടങ്ങുമെന്ന് പറഞ്ഞ കൊച്ചിയിലെ ടിക്കറ്റ് വിൽപ്പന സ്പോൺസർ തുടങ്ങാത്തതും മെസ്സി വരാൻ സാധ്യതയില്ലാത്തതിനാലെന്ന് സൂചന. സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ വിശ്വസ്തരടക്കം ചൈനയിലെ 9 സൈനിക ജനറൽമാർ പുറത്തായവരിൽ സൈന്യത്തിൽ 2ാമനായ ഹേ വെയ്ഡോങ്ങും. സെൻട്രൽ കമ്മിറ്റി പ്ലീനത്തിന് തൊട്ടുമുമ്പുള്ള നടപടി ശ്രദ്ധേയം. ലൈവ് അറ്റ് 6 വിശദമായി. UDFന്റെ വിശ്വാസാചാര സംരക്ഷണം സംഗമം അല്പസമയത്തിനകം സമാപിക്കും. പന്തളത്ത് നടക്കുന്ന സമാപന സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പങ്കെടുക്കും. ഇന്നലെ 4 മേഖലാ യാത്രകൾ ചെങ്ങന്നൂരിലെത്തിയിരുന്നു. ശശി നാരായണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ശശി, ഈ പദയാത്ര ഇപ്പോൾ പന്തളത്തെത്തിയോ? UDF ആഗ്രഹിച്ചതുപോലുള്ള ഒരു പങ്കാളിത്തം അവിടെ പന്തളത്തുണ്ടോ? പദയാത്ര പന്തളത്തെത്തിയിരിക്കുന്നത്. ഏതായാലും വൈകിട്ട് ഒരു 3 മണിയോട് കൂടിയാണ് ചെങ്ങന്നൂർ കാരക്കാട് ക്ഷേത്രത്തിൽ നിന്നും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പദയാത്ര ആരംഭിച്ചത്.
UDF എല്ലാ നേതാക്കളും, പ്രത്യേകിച്ച് KPCC അടക്കമുള്ള കോൺഗ്രസിന്റെയും UDF എല്ലാ നേതാക്കളും ഈ പദയാത്രയിൽ പങ്കെടുക്കുന്നുണ്ട്. രാവിലെ കെ മുരളീധരൻ ഈ പങ്കെടുക്കുന്ന ഒരു ആശങ്ക ഉണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങളും ഉണ്ടായിരുന്നു. കാരണം KPCC പൊതുസെക്രട്ടറിയുമായി ബന്ധപ്പെട്ട് മുരളീധരൻ വിട്ടുനിൽക്കുകയാണെന്നൊരു ആരോപണം ഉയർന്നിരുന്നു. എന്നാൽ അത് രാഷ്ട്രീയപരമായുള്ള കാര്യങ്ങൾ നീക്കങ്ങളിലൂടെ തന്നെ എന്തായാലും മുരളീധരനെ കൂടി ഈ സമാപന സംഗമത്തിൽ പങ്കെടുപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അത് KC വേണുഗോപാൽ ഇടപെട്ടുകൊണ്ടൊരു ചർച്ച നടത്തി. അതിനുശേഷമാണ് അദ്ദേഹം ഗുരുവായൂരിൽ നിന്നും എന്തായാലും ഈ പരിപാടിയിൽ വൈകിട്ട് 7 മണിയോടുകൂടി എത്തുമെന്നാണ് ഈ നേതൃത്വത്തിലുള്ള ആളുകൾ വ്യക്തമാക്കുന്നത്. എന്തായാലും UDF കൺവീനർ അടൂർ പ്രകാശ്, ബെന്നി ബെഹനാൻ, അതുപോലെ തന്നെ കൊടിക്കു സുരേഷ് അടക്കമുള്ള നേതാക്കൾ ഈ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്, ഈ സമാപനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കാൽനട യാത്രയായിട്ടാണ് പദയാത്ര പന്തളം കാരക്കാട് നിന്നും തുടങ്ങിയത്. അതിനുശേഷം ഇപ്പോൾ പന്തളത്ത് എത്തിയിരിക്കുന്നു. ചെങ്ങന്നൂരാണ് ഇന്നലെ 4 മേഖലാ യാത്രകൾ സംഘടിപ്പിച്ച ശേഷം ഇന്ന് 3 മണിക്കാണ് ഈ സമാപന സമ്മേളനം പന്തളത്ത് പ്രഖ്യാപിച്ചത്. അതിന്റെ അനുസരിച്ചാണ് ഇന്ന് കാരക്കാട് നിന്നും ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നിന്നും പദയാത്ര നേരെ പന്തളത്തേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു പങ്കാളിത്തമുണ്ട്. കുറെ രാഷ്ട്രീയമായുള്ള കാര്യങ്ങൾ കൂടി ഇതിൽ ചർച്ചയാകുന്നുണ്ട് എന്നുള്ള കാര്യമാണ് നമുക്ക് വ്യക്തമാക്കാൻ കഴിയുന്നത്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് രാജി ആവശ്യപ്പെട്ടാണ് വിവിധ 4 മേഖല എന്നുള്ള ജാഥകൾ ഇന്നലെ ചെങ്ങന്നൂരിൽ എത്തിച്ചേർന്നത്. അതിന് മറ്റൊന്ന് കാൽനട യാത്രയായിട്ടാണ് നേതാക്കൾ ഇപ്പോൾ പന്തളത്ത് എത്തിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ രാഷ്ട്രീയപരമായിട്ടുള്ള വിവാദങ്ങളും, കാരണം KPCC പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഉള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലെല്ലാം ഒരു വിവാദം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു വിമർശനം നേതാക്കന്മാരിൽ ഉണ്ടായിരുന്ന അതൃപ്തിയും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് കെ മുരളീധരൻ ഈ പദയാത്രയിൽ നിന്നും ഈ പദയാത്രയിൽ നിന്നും വിട്ടുനിൽക്കുന്ന എന്നുള്ള ആരോപണം രാവിലെ വന്നു. അതിനെല്ലാം KPCCയിലെ നേതാക്കളും അവരുടെ മറുപടി ലഭിച്ചിരുന്നു. എന്തായാലും കൃത്യമായി 7 മണിയോടുകൂടി കെ മുരളീധരൻ പന്തളത്ത് നടക്കുന്ന ഈ UDF സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും പന്തളത്ത് ഇപ്പോൾ പദയാത്ര എത്തിയിരിക്കുന്നുവല്ലോ. റൈറ്റ്, വി അരുൺ കൂടി ചേരുന്നുണ്ട് പന്തളത്ത് നിന്ന്. അരുൺ, എനിക്ക് തോന്നുന്നു അരുൺ ആ ജാഥ ഏറ്റവും മുൻപിലുണ്ട്. കെ മുരളീധരൻ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് 7 മണിയോടുകൂടി. ഈ UDF കരുതിയത് പോലുള്ള ഒരു വലിയ പങ്കാളിത്തം നേതാക്കൾ പൂർണ്ണമായും എത്തിയെന്ന് കരുതുന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് മറ്റൊരു ജനപങ്കാളിത്തത്തിൽ UDF കരുതിയ അത്രയും ആളുകളുണ്ടോ അരുൺ അവിടെ പന്തളത്ത്? വലിയൊരു ജനപങ്കാളിത്തം ഈ യാത്രയിലുണ്ട്. ഇപ്പോൾ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, UDF കൺവീനർ അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള നേതാക്കൾ നയിക്കുന്ന ജാഥയുടെ മുൻഭാഗമാണ് നമ്മൾ കാണുന്നത്. ഇത് UDF ജാഥയാണ്. മറ്റ് പല ഭാഗങ്ങളിലുള്ള ജാഥകൾ സംഗമിച്ച് ഇതിപ്പോൾ പന്തളത്തെ സമ്മേളന വേദിയിലേക്ക് അടുക്കുകയാണ്. വലിയ ജനപങ്കാളിത്തമുണ്ട്, നേതാക്കളുടെ വലിയ കൂട്ടമുണ്ട്, പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇവിടെയുണ്ട്. UDF കൺവീനർ അടക്കമുള്ള നേതാക്കളുണ്ട്. ഏതായാലും വലിയ ആവേശത്തോടു കൂടിയാണ് ഈ ജാഥ മുന്നോട്ട് പോകുന്നത്. അയ്യപ്പന്റെ മണ്ണിലാണ് വലിയ സ്വീകരണങ്ങൾ ഈ ജാഥയിൽ നേതാക്കൾക്ക് പ്രവർത്തകർ നൽകുന്നുണ്ട്. മാല അണിയിച്ചാണ് നേതാക്കളെ കൊണ്ടുപോകുന്നത്. എങ്ങനെയുണ്ട് പന്തളം എത്താറാവുമ്പോ? സാധാരണ ആവേശം തന്നെയാണ് കോൺഗ്രസിന്റെ സമര യാത്രകൾക്കുള്ള വലിയ ആവേശത്തോടുകൂടി പ്രവർത്തകർ, നേതാക്കളെ, UDF പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഉണ്ട്. അവിടെ ഇതിനകം തന്നെ ആ സമ്മേളനം ആരംഭിച്ചു. UDF നേതാക്കൾ സമ്മേളനത്തിൽ പ്രസംഗിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവിടേക്ക് ഈ ജാഥ ഇപ്പോൾ അവിടേക്ക് അല്പസമയത്തിനകം എത്തും. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിൽ യാത്രയുടെ ഭാഗമായുണ്ട്. പന്തളത്തേക്ക് ആ വേദിയിലേക്ക് എത്താൻ പോവുകയാണ് നേതൃനിരയുടെ നയിക്കുന്ന ആ യാത്ര. വി അരുണാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. അവിടെ നമുക്ക് കാണാൻ ഇപ്പോൾ ദൃശ്യങ്ങളിൽ രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ ഒപ്പം കൊടിക്കുന്നിൽ മുൻനിരയിൽ തന്നെ നയിക്കുന്നു. എന്താണെങ്കിലും അല്പസമയത്തിനകം ആ പ്രധാന വേദിയിലേക്ക് ജാഥ എത്തിച്ചേരും. അവിടെ പ്രസംഗങ്ങൾ, ചടങ്ങുകൾ തുടക്കമായിട്ടുണ്ട്. ഏറെ നേരമായി ആ യാത്ര ഇങ്ങനെ പദയാത്ര തുടരുകയാണ്. UDF ഒരു കരുത്തറിയിക്കുക എന്നുള്ളതിൽ വ്യക്തമായിട്ടുള്ള ഒരു സൂചന നൽകുക എന്നുള്ളതിലൊരു ലക്ഷണമായിരുന്നു ആ യാത്രയിൽ. എന്നാണെങ്കിലും വലിയ തോതിൽ ജനപങ്കാളിത്തമുണ്ടെന്നും വി റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ കേൾക്കാമോ? കേൾക്കാമെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ വിവരിക്കാം. തുടരാം. അഭിലാഷ്, വലിയ ജനപങ്കാളിത്തമുണ്ട്, വലിയ ആവേശമുണ്ട് പ്രവർത്തകരിൽ. അയ്യപ്പന്റെ മണ്ണിലാണ്, പന്തളത്താണ് യാത്ര ഇപ്പോൾ സമാപിക്കാൻ പോകുന്നത്. അതിന്റേതായ ആവേശം ഈ നാട്ടിൽ പൊതുവിലുണ്ട്. വലിയൊരു പൊതുയോഗം ഇതിനകം ആരംഭിച്ചു കഴിഞ്ഞു. UDF പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അവിടെ പ്രസംഗിക്കുന്നുണ്ട്. KPCC അധ്യക്ഷൻ ജോസഫ് അടക്കമുള്ളവർ അവിടെ എത്തിച്ചേർന്നു. ഇപ്പോൾ രമേശ് ചെന്നിത്തലയും അടൂർ പ്രകാശും അതുപോലെ തന്നെ കൊടിക്കുന്നിൽ സുരേഷും
അനൂപ് ജേക്കബ് അടക്കമുള്ള UDF മാണിസിക്കാപ്പൻ അടക്കമുള്ള UDF നേതാക്കളാണ് ഈ ജാഥയുടെ മുൻനിരയിലുള്ളത്. പ്രവർത്തകരുടെ വലിയ ആവേശമുണ്ട്, വലിയ പങ്കാളിത്തമുണ്ട്. അയ്യപ്പ സംരക്ഷണം ആണ് വിശ്വാസപരിശ പറയുമ്പോഴും ശബരിമല വിഷയത്തിന്റെ പശ്ചാത്തലത്തിലുള്ള ഈ യാത്ര വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയാണ് UDF കാണുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ, ആഴ്ചകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ അതൊരു രാഷ്ട്രീയ പ്രചരണ അവസരമായി കൂടി UDF വിനിയോഗിക്കുകയാണ്. വലിയ രീതിയിൽ ഈ പ്രദേശത്തെ ഇളക്കി മറിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. പാലക്കാട് നിന്ന് തുടങ്ങിയ യാത്ര, മറ്റ് പല ജില്ല, കാസർഗോഡ്, തിരുവനന്തപുരത്തും ഒക്കെ തുടങ്ങിയ യാത്രയുണ്ട്. വലിയ രീതിയിൽ വലിയ ബുദ്ധിമുട്ടിയാണ് നേതാക്കൾ തന്നെ നടക്കുന്നത്. നമുക്കറിയാം, കോൺഗ്രസിന്റെ സാധാരണ സമരങ്ങളിലെ യാത്രകളിലെ ഒക്കെ ഒരു ജനപങ്കാളിത്തം, അതിന്റെ ഒരു തിക്കിത്ത് വലിയ ജനപങ്കാളിത്തമുണ്ട്. എന്നാലും അവിടെ യാത്ര അല്പസമയത്തിനകം തന്നെ വേദിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനപ്പെട്ട UDF നേതാക്കളെല്ലാം തന്നെ യാത്രയുടെ മുൻനിരയിൽ തന്നെയുണ്ട്. പിന്നാലെ അണികൾ അനുഗമിക്കുകയും ചെയ്യുന്നു. നേതാക്കൾക്ക് മാലയിട്ട് സ്വീകരണം നൽകി യാത്ര പുരോഗമിക്കുകയാണ്. ഏതാണ്ട് 3 കിലോമീറ്റർ ദൂരമാണ് പദയാത്രയായി സംഘടിപ്പിച്ചിരിക്കുന്നത്. നേരത്തെ അത് 8 കിലോമീറ്ററോളം ദൂരമുണ്ടായിരുന്നു എന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ കാലാവസ്ഥയെ തുടർന്ന് എന്നാണ് വിശദീകരണം. എന്താണെങ്കിലും 3 കിലോമീറ്ററോളമായി അത് ചുരുക്കുകയായിരുന്നു. കുളനടയിൽ നിന്ന് ആരംഭിച്ച് പന്തളത്ത് എത്തുന്ന തരത്തിലാണ് ഇപ്പോൾ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത്. വിശ്വാസ സംരക്ഷണ ജാഥ അതിൻ്റെ ഏതാനും അവസാന ഘട്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ജാഥ പ്രധാന വേദിയിലേക്ക് എത്തും. കെ മുരളീധരൻ 7 മണിയോടുകൂടി പരമാവധി അങ്ങോട്ടേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പന്തളത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ആ പദയാത്ര നീങ്ങുന്നത്. അതിൻ്റെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. യാത്രയുടെ ഭാഗമായി വലിയ തോതിൽ ജനങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട്. വലിയ തോതിൽ ജനങ്ങളുടെ ഒരു സാന്നിധ്യമുണ്ട് എന്നുള്ളതാണ് UDFനെ സംബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട കാര്യം. എന്നാലും അതിനിടെയാണ് ചില പ്രശ്നങ്ങൾ, നീറ്റലുകൾ ഒക്കെ ഉണ്ടായത്. കെ മുരളീധരൻ വരുന്നില്ല എന്നുള്ള പ്രഖ്യാപനമൊക്കെ വന്നത് വലിയ തോതിൽ ആശങ്കയുണ്ടാക്കിയിരുന്നാലും മുരളീധരൻ എത്തും, മുരളീധരനെ അനുനയിപ്പിച്ചു, മുരളീധരൻ അവിടേക്ക് എത്തുമെന്നുള്ള വിവരം ഏറ്റവും ഒടുവിൽ വരികയും ചെയ്തു. മുരളീധരൻ എന്താണെങ്കിലും അങ്ങോട്ടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പന്തളത്തേക്കുള്ള യാത്രയിലാണ് നിലവിൽ കെ മുരളീധരൻ. ഇപ്പോൾ അരുൺ, ഇപ്പോൾ യാത്ര എവിടെ എത്തി? വേദിക്ക് സമീപം എത്തിയോ? വേദിക്ക് സമീപം യാത്ര എത്തുന്നു. വേദിക്ക് മുന്നിലേക്ക് എത്തുകയാണ് യാത്ര. വലിയ ആവേശം, വലിയ പ്രവർത്തകരുടെ പങ്കാളിത്തമുണ്ട്. അതിന്റെ ഭാഗമായുള്ള തിക്കിത്തിരക്ക് സ്വാഭാവികമായും ഉണ്ട്. ഏതായാലും നേതാക്കൾ ഇപ്പോൾ വേദിയിലേക്ക് കയറുകയാണ്. വിഷ്ണുനാഥ്, PC വിഷ്ണുനാഥ് ഉൾപ്പെടെയുള്ള MLA-മാരും നേതാക്കളും ഒക്കെയുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇപ്പോൾ വേദിയിലേക്ക് എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഈ യാത്രയുടെ പ്രധാനപ്പെട്ട സംഘാടകരാൾ കൂടിയാണ്. അദ്ദേഹം വേദിയിലേക്ക് എത്തുകയാണ്. AP അനിൽകുമാർ ഇപ്പോൾ ആളുകളെ സ്വാഗതം ചെയ്ത് പ്രസംഗിക്കുന്നു. മറ്റ് നേതാക്കൾ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കൾ വൈകാതെ ഈ വേദിയിലേക്ക്, സ്റ്റേജിലേക്ക് എത്തും. വലിയ ആവേശം, വലിയ പ്രവർത്തക പങ്കാളിത്തമുണ്ട്. മൈതാനം നിറഞ്ഞ പ്രവർത്തകരുണ്ട്. അതുതന്നെയാണ് ഇതിന്റെ ഒരു വലിയ വിജയമായി മാറി എന്നതിന്റെ ഒരു സൂചനയായി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നുമുണ്ട്. പ്രസംഗിക്കുമ്പോഴൊക്കെ വലിയ ജനപങ്കാളിത്തം. അയ്യപ്പന്റെ നാട്ടിൽ ഈ വിശ്വാസ സംരക്ഷണ യാത്രയെ സ്വീകരിച്ചു എന്ന് തന്നെയാണ് നേതാക്കൾ പറയുമ്പോൾ. നേതാക്കൾ ഓരോരുത്തരായി വേദിയിലേക്ക് കയറുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയുണ്ട്. അയ്യപ്പന്റെ പ്രതിമയിൽ, അയ്യപ്പന്റെ ചിത്രത്തിൽ മാല ചാർത്തിയാണ് ഈ നേതാക്കൾ കൊണ്ടുവന്ന മാല അയ്യപ്പന്റെ ചിത്രത്തിൽ ചാർത്തി നിലവിളക്ക് തെളിച്ച ഈ സംഗമം ഉദ്ഘാടനം ചെയ്യും. മഹാസംഗമമായി ഇത് മാറി എന്ന അവകാശവാദമാണ് നേതാക്കൾ പുലർത്തുന്നത്. ഏതായാലും വലിയ ഒരു ആൾക്കൂട്ടമുണ്ട്, നേതാക്കളുടെ വലിയ ഒരു എണ്ണമുണ്ട്, പ്രവർത്തകരുടെ വലിയ ഒരു ആവേശമുണ്ട്. ഏതായാലും പ്രതീക്ഷകളെ കവച്ചു വച്ചുള്ള ഒരു സമ്മേളനമായി മാറി എന്നൊരു ആത്മവിശ്വാസമാണ് നേതാക്കൾ ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത്. ഏതായാലും ഉദ്ഘാടന സമ്മേളനം അല്പസമയത്തിനകം ആരംഭിക്കും. UDFന്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ഇതിന്റെ ഭാഗമായി ഇതിന്റെ മുൻനിരയിൽ തന്നെയുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം ഉണ്ട്. കെ മുരളീധരൻ 7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. മുരളീധരൻ വരില്ല എന്ന സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹത്തെ നേതൃത്വം ഇടപെട്ട് ഇവിടേക്ക് വരാൻ ആവശ്യപ്പെടുകയായിരുന്നു. അങ്ങനെ കെ മുരളീധരൻ 7 മണിയോടുകൂടി ഇവിടെ എത്തിച്ചേരും. ഇപ്പോൾ നേതാക്കളൊക്കെ സ്റ്റേജിൽ എത്തിച്ചേർന്ന് കഴിഞ്ഞു. പ്രവർത്തകർ വലിയ രീതിയിൽ ഇതിന്റെ മൈതാനത്തിന്റെ പല ഭാഗങ്ങളിലായി തിങ്ങി നിൽക്കുന്നുമുണ്ട്. അഭിലാഷ, 4 ക്യാപ്റ്റന്മാർ നയിച്ച വിശ്വാസ സംഘമായ യാത്ര ഇപ്പോൾ ഇന്നലെയാണ് ചെങ്ങന്നൂരിൽ സംഗമിച്ചത്. അതിനുശേഷം ഇന്ന് പദയാത്രയായിട്ടാണ് പന്തളത്തേക്ക്, അയ്യപ്പന്റെ നാട്ടിലേക്ക് യാത്ര എത്തുന്നത്. കെ മുരളീധരനായിരുന്നു ഒരു ജാഥ ക്യാപ്റ്റൻ. പക്ഷേ കെ മുരളീധരൻ ഇതുവരെ എത്തിയിട്ടില്ല. മുരളീധരൻ എത്തുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുകയാണ് പാർട്ടി UDF നേതൃത്വം. കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും ബെന്നി ബെഹനാനുമായിരുന്നു മറ്റ് ജാഥ ക്യാപ്റ്റന്മാർ. മറ്റ് 3 ക്യാപ്റ്റന്മാർ ഇപ്പോൾ വേദിയിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഒപ്പം രമേശ് ചെന്നിത്തല അവിടെ നമുക്ക് കാണാം. മുതിർന്ന നേതാവ്
രമേശ് ചെന്നിത്തലയുടെ സാന്നിധ്യം ആ പദയാത്രയ്ക്ക് ഏറ്റവും മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ UDFിൻ്റെ മുഴുവൻ നേതാക്കളെയും അണിനിർത്താൻ അവിടെ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. നമുക്ക് മാൻസി കാപ്പനെ കാണാൻ കഴിഞ്ഞു, അനൂപ് ജേക്കബ്, അങ്ങനെ UDFിൻ്റെ ഘടകകക്ഷികൾ ഉൾപ്പെടെയുള്ള എല്ലാവരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് തന്നെയുള്ള ഒരു യാത്രയാണ് അവിടെ. NK പ്രേമചന്ദ്രൻ വേദിയുടെ മുന്നിൽ തന്നെയുണ്ട്. അങ്ങനെ ജാഥ ക്യാപ്റ്റന്മാർക്കും ഘടകകക്ഷി നേതൃത്വത്തിനും മുൻനിരയിൽ ഇരിപ്പിടം നൽകി തന്നെ വിശ്വാസ സംരക്ഷണ യാത്ര പദയാത്രയുടെ സമാപനത്തിൻ്റെ ഭാഗമായി പന്തളത്ത് ഇപ്പോൾ ഇതാ സമ്മേളനം ആരംഭിക്കാൻ പോവുകയാണ്. നേതാക്കൾക്ക് പ്രവർത്തകർ വിശ്വാസികൾ നൽകിയ മാലകൾ അത് അയ്യപ്പൻ്റെ ചിത്രത്തിൽ നൽകിയ ശേഷം ചിത്രത്തിന് മുന്നിൽ അർപ്പിച്ച ശേഷമാണ് ഇപ്പോൾ എല്ലാ നേതാക്കളും വേദിയിലേക്ക് എത്തിയത്. അരുണി, കെ മുരളീധരൻ്റെ വരവിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രഖ്യാപനമൊക്കെ ആ വേദിയിൽ ഉണ്ടായിരുന്നു. എത്ര മണിക്ക് എത്തും എന്നുള്ളത്, പ്രത്യേകിച്ചും 3 ജാഥ ക്യാപ്റ്റന്മാരുണ്ട്, 4ാമത്തെ ആളാണ് ഇല്ലാത്തത്. അത് ഒരു കാര്യം. ഇനി ഇന്നത്തെ പരിപാടിയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ആരൊക്കെയാണ് ഏറ്റവും പ്രധാനമായി സംസാരിക്കുക? എന്തോ കെ മുരളീധരൻ എത്തിച്ചേരുമെന്ന് തന്നെയാണ് നേതാക്കൾ വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന പുരോഗമിക്കുകയാണ്. KPCCയുടെ അധ്യക്ഷൻ സണ്ണി ജോസഫ് ഉണ്ട്, പ്രതിപക്ഷ നേതാവുണ്ട്, UDF കൺവീനറുണ്ട്, UDFിന്റെ പ്രധാന നേതാക്കളായ ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും അതുപോലെ തന്നെ N ഷംസുദ്ദീൻ, ലീഗിനെ പ്രദാനം ചെയ്ത N ഷംസുദ്ദീനാണ് ഇതിൽ പങ്കെടുക്കുന്നത്. ഷിബു ബേബി ജോൺ പങ്കെടുക്കുന്നുണ്ട്, NK പ്രേമചന്ദ്രനുണ്ട്, CP ജോൺ പങ്കെടുക്കുന്നുണ്ട്. UDFിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഇവരെല്ലാമാണ് ഈ വേദിയിൽ ഉള്ളത്. കോൺഗ്രസിന്റെ ഏതാണ്ട് എല്ലാ നേതാക്കളും അവരുടെ വൈസ് പ്രസിഡന്റുമാരും ജനറൽ സെക്രട്ടറിമാരും അതുപോലെ തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങളും ഒക്കെ യോഗത്തിൽ പങ്കെടുക്കുന്നു. കെ മുരളീധരൻ എത്തിച്ചേരും എന്ന് തന്നെയാണ് ഇപ്പോഴും അറിയിക്കുന്നത്. VC വിഷ്ണുനാഥ് ജാഥയുടെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു. MM ഹസൻ മുൻ KPCC അധ്യക്ഷൻ ഈ വേദിയിലുണ്ട്, പന്തളം സുധാകരനുണ്ട്. അങ്ങനെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ കൊടിക്കൽ സുധീഷ് നേതാക്കൾ യാതെ നയിച്ച ആളുകളുടെ കൂട്ടത്തിൽ തന്നെയുണ്ട്. അത്തരത്തിൽ കോൺഗ്രസിന്റെ യുവനിരയിൽപ്പെട്ട നേതാക്കൾ ഉൾപ്പെടെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മഹിളാ കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ രവി മേത്തറും ബിന്ദു കൃഷ്ണയും അടക്കമുള്ള നേതാക്കളുണ്ട്. അങ്ങനെ വലിയ ഒരു നേതൃ പങ്കാളിത്തം ഇതിലുണ്ട്. മുരളീധരന്റെ ഒരു അസാന്നിധ്യമാണ് ഇപ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനാവുന്നത്. മുരളീധരനും എത്തുമെന്നാണ് നേതാക്കൾ ഈ ഘട്ടത്തിലും വിശ്വസിക്കുന്നതും അവർ നമ്മോട് പറയുന്നതും. പക്ഷേ പ്രവർത്തകരുടെ വലിയൊരു പങ്കാളിത്തമാണ് നമുക്കിവിടെ ചൂണ്ടിക്കാട്ടാനാകുന്നത്. ആയിരക്കണക്കിന് പ്രവർത്തകർ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. നേരത്തെ തന്നെ യാത്ര ഇവിടേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ വലിയ ആൾക്കൂട്ടം പ്രവർത്തകർ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഈ യാത്രയ്ക്കൊപ്പം വന്ന പ്രവർത്തകർ കൂടിയാകുമ്പോൾ വലിയ ഒരു ആൾക്കൂട്ടമായി, ഈ മൈതാനം നിറയുന്ന ഒരു ആൾക്കൂട്ടമായി പ്രവർത്തക പങ്കാളിത്തം മാറിയിട്ടുണ്ട്. വളരെ പ്രാധാന്യമുള്ള ഒരു രാഷ്ട്രീയ നീക്കത്തിന്റെ ഭാഗമായി കൂടിയാണ് UDF വിശ്വാസ സംരക്ഷണം ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ശബരിമല സ്ത്രീ പ്രവേശന കാലത്തും ഈ സമരങ്ങൾ അതിന്റെ ഒരു അഗ്രസീവ് മോഡിലേക്ക് തുടങ്ങുകയും ഏറ്റെടുക്കുകയും ചെയ്തത് BJP ആയിരുന്നുവെങ്കിലും അതിന്റെ രാഷ്ട്രീയ നേട്ടം അക്ഷരാർത്ഥത്തിൽ പോയത് UDF ആയിരുന്നു. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒന്നൊഴികെയുള്ള ബാക്കി എല്ലാ സീറ്റുകളും വിജയിച്ചുകൊണ്ട് കോൺഗ്രസ് UDF വലിയ മുന്നേറ്റം നടത്തുമ്പോൾ അതിൽ ശബരിമല സ്ത്രീ പ്രവേശന വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച CPM സ്വീകരിച്ച നിലപാടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പുകളുടെ പരിവാദിക്കലാണ് കേരളം. ആഴ്ചകൾക്കപ്പുറം തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് കേരളം നീങ്ങും. മാസങ്ങൾക്കപ്പുറം വീണ്ടും നിയമസഭാ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകും. ആ സാഹചര്യത്തിൽ ഈ ഒരു വിശ്വാസം തന്നെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള UDFിന്റെ നീക്കം വളരെ നിർണായകമാണ്. വലിയ പ്രതീക്ഷയോട് കൂടിയാണ് UDF ഈ വിശ്വാസ സംരക്ഷണ സംഗമം നടത്തുന്നത്. അത് വലിയ പ്രതീക്ഷ തന്നെയാണ് അവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റേതായ ഒരു പ്രാധാന്യത്തോടു കൂടിയാണ് UDF ഈ യാത്ര സംഘടിപ്പിച്ചത്. പ്രധാനപ്പെട്ട കോൺഗ്രസ് ആരംഭിച്ച യാത്ര UDF അത് ഏറ്റെടുക്കുമ്പോൾ ഈ പന്തളത്ത് അയ്യപ്പൻ പിറന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ നാട്ടിൽ ഈ യാത്ര സംഗമിക്കുമ്പോൾ അത് വലിയ ആവേശവും പ്രതീക്ഷയുമാണ് UDF ക്യാമ്പുകൾക്ക് നൽകുന്നത്. BJPയും സമാനമായ സംഗമങ്ങൾ, വിശ്വാസ സംരക്ഷണ സംഗമങ്ങൾ നടത്തിയിരുന്നു. CPMും വിശ്വാസത്തെ വിട്ടൊരു കളിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അടുത്തത് മാനവികത അടക്കമുള്ള മതേതരത്വം അടക്കമുള്ള വിഷയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാനത്തെ 3 കേന്ദ്രങ്ങളിൽ LDFും വിശ്വാസ സംഗമങ്ങൾ നടത്തുകയാണ്, വിശ്വാസ സമ്മേളനങ്ങൾ നടത്തുകയാണ്. അങ്ങനെ വിശ്വാസത്തെ തന്നെയാണ് കേരളത്തിൽ ഇപ്പോൾ മറ്റെല്ലാ വിഷയങ്ങളെക്കാളും മുൻപന്തിയിൽ ഒരു രാഷ്ട്രീയ കാര്യമായി ഉള്ളത്. അതിൽ ഒരു മുന്നണിയും വിട്ടുവീഴ്ച ചെയ്യാതെ ആരാണ് അതിൽ വിശ്വാസികളുടെ വിശ്വാസം നേടിയെടുക്കാൻ കഴിയുന്ന ഒരു വലിയൊരു മത്സരം കൂടിയാണ് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ. അതിന്റെ എല്ലാ പ്രാധാന്യവും ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ UDF ചാണ്ടി ഉമ്മൻ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചാണ്ടി ഉമ്മന് കഴിഞ്ഞ ദിവസം വന്ന ഈ പട്ടികയുമായി ബന്ധപ്പെട്ട ചില അതിർത്തികൾ ഉണ്ടാകുമെന്ന വാർത്തകളുണ്ടായിരുന്നു. പക്ഷേ ചാണ്ടി ഉമ്മൻ വേദിയിലേക്ക് എത്തിയ ശേഷം പോവുകയാണ്. അദ്ദേഹം മറ്റെന്തോ പരിപാടിയിൽ പങ്കെടുക്കാനാണ്
ആണെന്ന് തോന്നുന്നു. അദ്ദേഹം വേദിയിൽ വന്ന KPCC അധ്യക്ഷനടക്കം കണ്ട് തന്റെ സാന്നിധ്യം അറിയിച്ച ശേഷം പോവുകയാണ്. അങ്ങനെ കോൺഗ്രസിന്റെ യുവനിരയിലെ നേതാക്കൾ അടക്കമുള്ളവർ, കോൺഗ്രസിന്റെ പരിചയസമ്പന്നരായ നേതാക്കൾ ഏതാണ്ട് എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. വലിയ ഒരു ക്യാമ്പയിനായി കോൺഗ്രസ് ഇത് മാറ്റുകയാണ്. വിശ്വാസ സംരക്ഷണ സംഗമം കേവലം ശബരിമല വിഷയത്തിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പോലും അത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം അത് തെരഞ്ഞെടുപ്പുകൾ തന്നെയാണ്. തെരഞ്ഞെടുപ്പുകളിൽ സർക്കാരിനെതിരെയാണെങ്കിൽ എല്ലാ മുദ്രാവാക്യങ്ങളിലും ഈ യാത്രയുടെ ഭാഗമായുള്ളത് പ്രതിഷേധ പരിപാടിയല്ല നേതാക്കൾ പറയുമ്പോഴും അക്ഷരാർത്ഥൊരു പ്രതിഷേധ സംഗമമായി കൂടി വിശ്വാസ സംഗമം മാറുകയാണ്. അയ്യപ്പന്റെ സ്വത്ത്, അയ്യപ്പന്റെ സ്വർണം കട്ടെടുത്തുകൊണ്ട് പോയവരെന്നാണ് മുഖ്യമന്ത്രിയെയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രി VN വാസവനെയും ഒക്കെ നേതാക്കൾ വിശേഷിപ്പിക്കുന്നത്. അവർ ആരോപിക്കുന്നത് ഏതായാലും നിയമസഭയിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയാണ് ഇപ്പോൾ പുറത്തും സഭയ്ക്ക് പുറത്തും പ്രതിപക്ഷത്തിന്റെ കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധങ്ങൾ ശബരിമല വിഷയത്തിൽ നടക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് വരെ വിഷയം ആളിക്കത്തിച്ചു നിർത്താൻ അതിന്റെ ഒരു ആഘാതം കേരള രാഷ്ട്രീയത്തിൽ മാറിപ്പോകാതിരിക്കാനുള്ള ശ്രദ്ധയാണ്, രാഷ്ട്രീയ കൌശലമാണ് കോൺഗ്രസും കാട്ടുന്നത്. CPM വിശ്വാസ സംരക്ഷണം തന്നെയാണ് പറയുന്നത്. BJP നേരത്തെ തന്നെ വിശ്വാസ സംരക്ഷണമാണ് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ അജണ്ടയായി മുന്നോട്ട് വച്ചിട്ടുള്ളത്. അങ്ങനെ വിശ്വാസത്തിൽ ചുറ്റിപ്പറ്റി കേരള രാഷ്ട്രീയം മുന്നോട്ട് പോകുമ്പോൾ ഇതിന്റെ നേട്ടം ജനങ്ങളുടെ വിശ്വാസം ആരിൽ നിൽക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും കോൺഗ്രസിന്റെ വലിയ ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ ക്യാമ്പയിന്റെ തുടക്കമായി കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രചരണമാണ് നടത്തിയത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അതുതന്നെയാണ് പ്രസംഗങ്ങളിൽ ഊന്നി പറഞ്ഞത്. എൽദോ റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരോട് സൂചിപ്പിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിന്റെ തുടക്കമായി തന്നെ ഇതിനെ കണക്കാക്കണം. മുഴുവൻ നേതാക്കളും ആ വേദിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. എല്ലാ ഘടകകക്ഷികളുടെയും പ്രധാന നേതാക്കൾ ആ വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. ലീഗിൻ്റെതായിട്ടുൾപ്പെടെ നേതൃത്വം അവിടെയുണ്ട്. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ഘടകകക്ഷികളുടെ നേതാക്കളെല്ലാം ആ മുൻസീറ്റിൽ കാണുകയും ചെയ്യാം. തൊട്ടു മുമ്പാണ് ചാണ്ടി ഉമ്മൻ വേദിയിലെത്തി സാന്നിധ്യം അറിയിച്ചു. അപ്പോൾ തന്നെ പുറത്തേക്ക് പോകുന്ന കാഴ്ചയും കണ്ടു. ഇനി K മുരളീധരനാണ് വരേണ്ടത്. ജാഥ ക്യാപ്റ്റന്മാരിൽ ഒരാളായിരുന്ന K മുരളീധരൻ മലയാള മാസം 1-ാം തീയതി ആയതുകൊണ്ട് തന്നെ അവിടെ ഗുരുവായൂരിലേക്ക് പോകണം എന്നുള്ള തീരുമാനം അറിയിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. എന്താണെങ്കിലും ഇന്ന് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതും കരുതുന്നതും. K മുരളീധരൻ എത്തിച്ചേർന്നില്ലെങ്കിൽ അതൊരു വലിയ തോതിൽ ചർച്ചയാകാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അത്തരത്തിലൊരു ചർച്ചയിലേക്ക് പോകാതിരിക്കാൻ തന്നെയുള്ള മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളുമാണ് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് നടക്കുന്നത്. മുരളീധരനാണെങ്കിലും പന്തളത്തേക്കുള്ള യാത്രയിലാണ് എന്ന് തന്നെയാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ. മുരളീധരൻ പന്തളത്തേക്ക് എത്തും 7 മണിയോടുകൂടി, അല്ലെങ്കിൽ 7 മണി കഴിഞ്ഞാൽ തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇവിടെ സമാപന സമ്മേളനം അത് തുടങ്ങിയിട്ടുണ്ട്. സമാപന സമ്മേളനത്തിലേക്ക് ജാഥ ക്യാപ്റ്റന്മാർ എത്തിയിട്ടുണ്ട്. മുരളീധരൻ ഒഴികെ മറ്റ് 3 ജാഥ ക്യാപ്റ്റന്മാരും വേദിയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ എത്ര സമയം ഈ സമ്മേളനം നീണ്ടു നിൽക്കുമെന്നൊക്കെ കാത്തിരുന്ന് കാണാം. മുരളീധരൻ അതിനുള്ളിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യാം. 2016 അധികാരത്തിൽ വന്ന പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ആയിരക്കണക്കിനല്ല കോടിക്കണക്കിന് ഭക്തജനങ്ങൾ വരുന്ന മതമൈത്രിയുടെ പ്രതീകമായ UDFന്റെ വിശ്വാസ സംരക്ഷണ യാത്രയുടെ സമാപനം അത് പന്തളത്ത് പുരോഗമിക്കുകയാണ്. ജാഥ ക്യാപ്റ്റന്മാരിൽ 3 പേർ അവിടെ വേദിയിലുണ്ട്. മറ്റ് പ്രധാനപ്പെട്ട UDF നേതാക്കളും ഘടകകക്ഷി നേതാക്കൾ എല്ലാവരും ആ വേദിയിലുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് കൃത്യമായിട്ടൊരു തുടക്കമായി തന്നെ UDF കാണുന്നു തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ്. മറ്റു വാർത്തയിലേക്ക് പോയാൽ വീണ്ടും ഗൂഢാലോചനാവാദവുമായി ദേവസ്വം മന്ത്രി. അന്വേഷണം പ്രഖ്യാപിച്ച ശേഷവും UDF സമരം ചെയ്തു. രാഷ്ട്രീയ അട്ടിമറിയാണ് UDF ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി വിമർശിച്ചു. ദേവസ്വം ബോർഡ് ഓഫീസ് തകർത്തതിൽ പ്രതിഷേധിച്ച് LDF പത്തനംതിട്ടയിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമലയിലെ സ്വർണ്ണ മോഷണത്തിൽ ഗൂഢാലോചന നടന്നത് ബംഗളൂരുവിലാണെന്ന് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശം അതനുസരിച്ചാണ് ആദ്യം വിജിലൻസിന് മൊഴി നൽകിയതെന്നും പോറ്റി ചോദ്യം ചെയ്യലിൽ അന്വേഷണ സംഘത്തോട് സമ്മതിച്ചു. പോറ്റി പറഞ്ഞതനുസരിച്ച് 5-അംഗ സംഘത്തെ കണ്ടെത്താനാണ് SITയുടെ നീക്കം. ഇപ്പോൾ റാന്നി കോടതി 14 ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടതിന് പിന്നാലെയാണ് വിശദമായ ചോദ്യം ചെയ്യലിനായി ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ചത്. തുടർന്ന് SP സുദർശന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം വിശദമായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യുന്നതിനിടയിലാണ് ഈ സ്വർണ്ണപ്പാളിയുടെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ഗൂഢാലോചന അടക്കം നടന്നിരിക്കുന്നത് ബംഗളൂരുവിലാണെന്നും ആദ്യം ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയ ദേവസ്വം വിജിലൻസിന് താൻ മൊഴി നൽകിയത്
ബംഗളൂരുവിൽ നിന്ന് ലഭിച്ച നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിലാണ് എന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ അഞ്ചംഗ സംഘം, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നൽകിയ അഞ്ചംഗ സംഘം ആരൊക്കെയാണ് എന്ന് കണ്ടെത്താൻ, അതിൽ ആരൊക്കെയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് കണ്ടെത്താൻ പരിശോധന അവിടേക്ക് കൂടി വ്യാപിപ്പിക്കുകയാണ്. അങ്ങനെയെങ്കിൽ വൈകാതെ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ സംഘം ബംഗളൂരുവിലെത്തി തെളിവെടുപ്പ് ഉൾപ്പെടെ നടത്തുമെന്ന വിവരങ്ങൾ കൂടി പുറത്തുവരുന്നുണ്ട്. അതോടൊപ്പം ഈ കേസിൽ പ്രധാനമായി എഫ്ഐആറിൽ ആദ്യ ഒന്നാം പ്രതിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയും മറ്റുള്ളവർ ദേവസ്വം ബോർഡ് ജീവനക്കാരുമാണ്. അതിൽ രണ്ടുപേർ മാത്രമാണ് നിലവിൽ, അതായത് മൂരാരി ബാബുവും അതോടൊപ്പം എ സുനിൽകുമാറും മാത്രമാണ് നിലവിൽ ദേവസ്വം ബോർഡിൽ ജീവനക്കാരായുള്ളത്. മറ്റുള്ളവർ ജോലി ചെയ്ത് വിരമിച്ചവരാണ്. അതുകൊണ്ട് തന്നെ ഈ മൂരാരി ബാബുവിനെയും എ സുനിൽകുമാറിനെയും അടക്കം വിശദമായി ഉടൻ തന്നെ ചോദ്യം ചെയ്തേക്കും. അതിൽ സുനിൽകുമാറിന് ഇത് സ്വർണ്ണപ്പാളിയാണ് എന്നറിയാമായിരുന്നിട്ടും പകരം ചെമ്പ എന്ന് രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയത് ആരുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് കണ്ടെത്തുക അന്വേഷണ സംഘത്തിന്റെ പ്രധാനപ്പെട്ട ദൌത്യമാണ്. അത് ഉൾപ്പെടെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം തേടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ ജീവനക്കാരിലേക്ക് കൂടി അന്വേഷണവും ചോദ്യം ചെയ്യലും ഒക്കെ വ്യാപിപ്പിക്കുന്നത്. അത് പൂർത്തിയാക്കിയതിനു ശേഷമേ 2019 ഭരണസമിതി അംഗങ്ങളിലേക്ക് അന്വേഷണം എത്തൂ എന്ന വിവരങ്ങളാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. റൈറ്റ്, ഡാൻ കുര്യന്റെ റിപ്പോർട്ടാണ് കണ്ടത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന പ്രത്യേക അന്വേഷണ സംഘം നടത്തി. തിരുവനന്തപുരം കാരേറ്റുള്ള വീട്ടിലായിരുന്നു പരിശോധന. രേഖകൾ, മൊബൈൽ, ലാപ്ടോപ്പ് എന്നിവ പരിശോധിച്ചു. അഭിലാഷ് ആറ്റിങ്ങൽ വിവരങ്ങൾ നൽകും. അഭിലാഷ്, ഇത് എത്ര മണിക്കൂർ നീണ്ടു? എന്തെങ്കിലും പ്രത്യേകിച്ച് പിടിച്ചെടുക്കുന്ന സാഹചര്യമുണ്ടായോ? ഇന്ന് ഉച്ചയ്ക്ക് 3 മണിയോടെയാണ് കാരേറ്റ് പൊളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പരിശോധന ആരംഭിച്ചത്. SIT DYSP സുരേഷ് ബാബുവിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന നടന്നത്. പരിശോധന ഇപ്പോഴും പൂർണ്ണമായിട്ടില്ല. ഇപ്പോഴും പരിശോധന തുടരുകയാണ്. കിളിമാനൂർ പോലീസും കിളിമാനൂർ വില്ലേജ് ഓഫീസറും ഇപ്പോൾ സ്ഥലത്തുണ്ട്. വാർഡ് അംഗവും ഈ ഭാഗത്ത് തന്നെയുണ്ട്. എന്നാൽ ഇതിനകത്ത് നടക്കുന്ന പരിശോധന സംബന്ധിച്ച വിവരങ്ങളൊന്നും തന്നെ അധികൃതർ പുറത്ത് ആരോടും പറഞ്ഞിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അച്ഛൻ, അമ്മ, ഭാര്യ എന്നിവരാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. ഇവരോടും പോലീസ് വിവരങ്ങൾ തിരക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും കൂടുതൽ വിവരങ്ങൾ കുറച്ചുകൂടി കഴിയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും കഴിയുന്നു. റൈറ്റ്, എന്നാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലാണ് പരിശോധന നടത്തിയത്. പ്രത്യേക അന്വേഷണ സംഘം രേഖകൾ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പരിശോധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് അതിൽ കണ്ടെത്തൽ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതൊക്കെ വ്യക്തമാകുന്നതേ ഉള്ളൂ. വിവാദങ്ങൾ ഭഗവാനെയും ശബരിമലയെയും ബാധിക്കില്ലെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത്. തിരക്ക് കണക്കിലെടുത്തുള്ള ക്രമീകരണങ്ങൾ സന്നിധാനത്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ടുള്ള ക്രമീകരണങ്ങൾ പുരോഗമിക്കുകയാണെന്നും പ്രശാന്ത് പ്രതികരിച്ചു. വിവാദങ്ങളൊന്നും ഭഗവാനെ ബാധിക്കില്ല. ഭക്തജനങ്ങൾ ഇവിടേക്ക് ഇങ്ങനെ സുഗമമായി ദർശനത്തിൽ എത്തിക്കൊണ്ടേയിരിക്കും. ബഹുമാനപ്പെട്ട രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധമായ ക്രമീകരണങ്ങളും ഇവിടെ ആയിട്ടുണ്ട്. കുറെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. എന്തായാലും ഇന്നും നാളെയും കൊണ്ട് ആ ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയാകും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെതിരെ രൂക്ഷ വിമർശനവുമായി ഹൈക്കോടതി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്നതിൽ ദേവസ്വം ബോർഡ് പരാജയമാണ്. 2014-2015 സാമ്പത്തിക വർഷത്തെ കണക്കുകൾ 10 വർഷത്തിന് ശേഷവും ക്രമീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല. ഡിജിറ്റൽ യുഗത്തിലും ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നത് കടലാസ് രജിസ്റ്ററാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് ഡിജിറ്റൈസേഷൻ അനിവാര്യമാണെന്നും ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചു. ആധുനികവൽക്കരണത്തിന്റെ വിശദ കർമ്മ പദ്ധതി നൽകാൻ ബോർഡിന് നിർദ്ദേശം നൽകി. ഈ മാസം 30-ന് സംസ്ഥാന ഓഡിറ്റ് ഡയറക്ടർ നേരിട്ട് ഹാജരാകണമെന്നും കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ദുർവ്യയത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ രൂക്ഷമായിട്ടാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. 2014-15 വർഷത്തെ കണക്കുകൾ 10 വർഷമായിട്ടും ക്രമീകരിക്കാനായിട്ടില്ല. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകൾ ഇനിയും ക്ലിയർ ആക്കാനുണ്ട്. അതും പ്രത്യേകിച്ച് ഡിജിറ്റലൈസേഷന്റെ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ദേവസ്വം ബോർഡ് ഇപ്പോഴും കടലാസ് റെസിപ്റ്റുകൾ ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. വരവ് ചെലവ് കണക്കുകൾ സൂക്ഷിക്കുന്ന ദേവസ്വം ബോർഡ് പരാജയപ്പെട്ടുവെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. ഡിജിറ്റലൈസേഷൻ നടത്താതെ തന്നെ ഇത്തരത്തിൽ കടലാസ് രേഖകളാകുമ്പോൾ അതിൽ സാമ്പത്തിക അഴിമതി നടത്താൻ സാധ്യത ഏറെയുണ്ടെന്നാണ് ദേവസ്വം ബെഞ്ചിന്റെ നിരീക്ഷണം. ഈ മാസം 30-ന് ഇതുമായി ബന്ധപ്പെട്ട സ്പെഷ്യൽ ഓഡിറ്റർ കോടതിയിൽ ഹാജരാകണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. 7 ലക്ഷം രൂപയുടെ വൗച്ചറുകളാണ് ക്ലിയർ ആക്കാൻ കഴിയാതിരുന്നത്. അതുമാത്രമല്ല, ഡിജിറ്റൽ യുഗത്തിലും എന്തുകൊണ്ടാണ് ഇങ്ങനെ കടലാസ് വൗച്ചറുകൾ ദേവസ്വം ബോർഡ് ഉപയോഗിക്കുന്നതെന്നും കോടതി ചോദിക്കുകയുണ്ടായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ അക്കൗണ്ട് ഡിജിറ്റലൈസേഷൻ അനിവാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് ആധുനികവൽക്കരണത്തിന് വിശദ കർമ്മ പദ്ധതി തയ്യാറാക്കാനും സബ്മിറ്റ് ചെയ്യാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്.
രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സന്ദർശനം കണക്കിലെടുത്ത് സന്നിധാനത്ത് ക്രമീകരണം പുരോഗമിക്കുന്നു. കർശന സുരക്ഷയാണ് ഒരുക്കുന്നത്. 22-ാം തീയതി വൈകിട്ട് പമ്പയിൽ നിന്ന് കെട്ടുനിറച്ചെത്തുന്ന രാഷ്ട്രപതിയെ 18-ാം പടിക്ക് മുകളിൽ പൂർണ്ണ കുംഭം നൽകി സ്വീകരിക്കും. തുലാമാസം 1-ാം തീയതിയായി ഇന്ന് കനത്ത തിരക്കാണ് സന്നിധാനത്ത് അനുഭവപ്പെടുന്നത്. ശബരിമലയിൽ വലിയ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. മഴയുണ്ടായിരുന്നു ഇന്നലെയും ഇന്ന് രാവിലെയും ഒക്കെ, പക്ഷേ ആ മഴ ഇപ്പോൾ മാറി നിൽക്കുന്നു, നല്ല വെയിലിലേക്ക് പോകുന്നു. ഏതായാലും മഴയും വെയിലും ഒന്നും ഭക്തർക്ക് പ്രശ്നമല്ല. മഴയും വെയിലും മാത്രമല്ല, വിവാദങ്ങളുടെ പെരുമഴയും ഈ ശബരിമല മാസപൂജയ്ക്ക് നട തുറക്കുമ്പോൾ ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവഗണിച്ചുകൊണ്ട് ആളുകൾ ഇവിടേക്ക് ഭക്തർ കൂട്ടത്തോടെ എത്തുകയാണ്. ഈ ദിവസങ്ങളിൽ ഇത്രയധികം തിരക്കുണ്ടാകാൻ ഒരു കാരണം രാഷ്ട്രപതിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട് 21-22 തീയതികളിൽ വലിയ ക്രമീകരണങ്ങളും നിയന്ത്രണങ്ങളും ഒക്കെ ഉണ്ടാകും. ഒരുപക്ഷെ അതുകൂടി മുൻകൂട്ടി കണ്ടാകാം ഇത്രയധികം ആളുകൾ ഇവിടേക്ക് എത്തുന്നത്. 2-ാം തവണയാണ് രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമലയിലേക്ക് സന്നിധാനത്തേക്ക് എത്തുന്നത്. വി ഗിരിയായിരുന്നു ആദ്യം സന്നിധാനത്തെത്തിയ രാഷ്ട്രപതി. ഇപ്പോൾ വർഷങ്ങൾക്ക് ശേഷം, പതിറ്റാണ്ടുകൾക്ക് ശേഷം ദ്രൗപദി മുർമു സന്നിധാനത്തേക്ക് വരികയാണ്. 22-ാം തീയതി അവർ ഇവിടെ എത്തും. കെട്ടുകെട്ടി 18-ാം പടി ചവിട്ടി ആചാരപ്രകാരം ഇന്ത്യയുടെ രാഷ്ട്രപതി സന്നിധാനത്തേക്ക് എത്തുമ്പോൾ അതൊരു പുതിയ ചരിത്രം കൂടിയായി മാറും. കാരണം ശബരിമല ഇന്ത്യ ഒട്ടാകെ ആ രീതിയിൽ ആഘോഷിക്കപ്പെടുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ ഭക്തർ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു ക്ഷേത്രമാണ്. അവിടെ ഇന്ത്യയുടെ പ്രഥമ പൗര എത്തുമ്പോൾ അതിന് പുതിയ മാനങ്ങളാണ്. വലിയ ക്രമീകരണങ്ങൾ, സുരക്ഷാ ക്രമീകരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സന്നിധാനത്തും പമ്പയിലേക്കുള്ള വഴിയിലുമൊക്കെ ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. എപ്പോഴും വലിയ രീതിയിൽ ഭക്തജന തിരക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ്. മണ്ഡല മകരവിളക്ക് സീസൺ തൊട്ട് മുമ്പുള്ള മാസത്തെ പൂജ. അതുകൊണ്ടുകൂടിയാകാം ഒരുപക്ഷെ വലിയ തിരക്ക് അനുഭവപ്പെടുന്നത്. ഇന്നലെ ഈ ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ തിരികെ വച്ചിരുന്നു. ഇന്ന് ശബരിമലയിലെയും അതുപോലെ മാളികപ്പുറത്തെയും അടുത്ത ഒരു വർഷത്തേക്കുള്ള മേൽശാന്തിയുടെ നറുക്കെടുപ്പ് ഉണ്ടായിരുന്നു. അത്തരം വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ നടക്കുന്ന ദിവസങ്ങൾ കൂടിയാണ് ശബരിമലയിൽ. ഇത് ചിത്തിര ആട്ടവിശേഷം വരും ദിവസങ്ങളിൽ നടക്കാനിരിക്കുന്നു. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസപൂജയാണ് ഇവിടെ പുരോഗമിക്കുന്നത്. വലിയ തിരക്ക് അതിന്റെ ഭാഗമായി തന്നെ ഇവിടെ ഉണ്ടാകുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലുണ്ട്. വലിയ രീതിയിൽ ആളുകൾ ഇപ്പോഴും ഒരുപക്ഷെ ഒരു സീസൺ സമയത്തൊക്കെ കാണുന്നതിന് സമാനമായ ഒരു തിരക്ക് 18-ാം പടിക്ക് താഴെ കാണുന്നുണ്ട്. നേരത്തെയൊക്കെ മകരവിളക്ക് സീസണിലാണ് വലിയ രീതിയിൽ തിരക്കുണ്ടാകുന്നത്. മലയാളികൾ മാത്രമായിരുന്നു ഈ മാസപൂജയ്ക്ക് എത്തിക്കൊണ്ടത്. പക്ഷേ കഴിഞ്ഞ കുറേ വർഷങ്ങൾ അതിലും മാറ്റമുണ്ടാകുന്നു. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുടെ വലിയ ഒഴുക്ക് ഈ മാസപൂജ സമയത്തുമുണ്ട്. പോലീസുകാരൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ആളുകളെ കടത്തിവിടുന്നത്. വലിയ രീതിയിൽ ആളുകൾ ക്യൂ നിന്ന് മടുത്തൊക്കെ ചാടിക്കടക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വളരെ സംയമനത്തോടുകൂടി പോലീസുകാർ അവരെയൊക്കെ ക്യൂവിൽ നിർത്തുന്നു. ഏതായാലും വലിയ തിരക്കുണ്ട്. മാസപൂജ ആയതുകൊണ്ട് തന്നെ പോലീസുകാരുടെ എണ്ണത്തിലും ഒക്കെ സ്വാഭാവിക കുറവുണ്ടാകും. ഇത്ര ഒരു തിരക്ക് പ്രതീക്ഷിച്ചു കാണില്ല. വലിയ ശക്തമായ മഴയുണ്ട്. തുലാമാസമാണ്, മഴയുണ്ട്. വലിയ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു നട തുറന്നത്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്രയധികം തിരക്ക് ഒരുപക്ഷെ പ്രതീക്ഷിച്ചു കാണില്ല. ഏതായാലും വിവാദങ്ങളും തിരക്കുകളും മറ്റു തർക്കങ്ങളും ഒന്നും ശബരിമലയെയും അയ്യപ്പനെയും ബാധിക്കുന്നില്ല. VS പ്രശാന്ത് പറഞ്ഞതുപോലെ അതൊന്നും ബാധിക്കുന്നില്ല. അയ്യപ്പനോടുള്ള ഭക്തരുടെ ഭക്തി കൂടി വരുന്നു. അവിടെ ശബരിമലയെ അത് ബാധിക്കുന്നില്ല. വലിയ രീതിയിൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇനിയുള്ള ദിവസങ്ങളിലും അതുതന്നെയാകും ശബരിമലയിൽ ഉള്ള കാഴ്ച. പ്രസാദ് ED ശബരിമല മേൽശാന്തി. തൃശൂർ ചാലക്കുടി മറ്റത്തൂർക്കുന്ന് സ്വദേശിയാണ്. നിലവിൽ ആറേശ്വരം ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ്. കൊല്ലം മൈനാട് സ്വദേശി MG മനു നമ്പൂതിരിയാണ് മാളികപ്പുറം മേൽശാന്തി. പന്തളം കൊട്ടാരത്തിലെ ഇളമുറക്കാരനായ കശ്യപ് വർമ്മയാണ് ശബരിമല മേൽശാന്തിയെ നറുക്കിട്ടെടുത്തത്. 8-ാം റൗണ്ടിൽ അയ്യപ്പൻ പ്രസാദിൽ പ്രസാദിച്ചു. സന്തോഷം കിട്ടാൻ ജനിക്കും. ഞാൻ ആഗ്രഹിച്ചിരുന്നു. 2 തവണ കൊടുത്തിരുന്നു. 3-ാമത്തെ തവണയാണിപ്പോൾ. ആദ്യത്തെ തവണ നറുക്കെടുപ്പിലുണ്ടായിരുന്നു. നറുക്കെടുപ്പിൽ കിട്ടിയില്ല. 2-ാമത്തെ തവണ നറുക്കെടുപ്പിലെടുത്തു. മേൽശാന്തി എന്നുള്ളതായിരിക്കാം. ഇപ്പോഴാണ് പന്തളം കൊട്ടാരത്തിലെ തന്നെ മൈഥിലി K വർമ്മ മാളികപ്പുറം മേൽശാന്തിയെ കണ്ടെത്താൻ നറുക്കെടുത്തു. അവിടെയും 8-ാം റൗണ്ടിലാണ് മേൽശാന്തിയെ കണ്ടെത്താനായത്. ഭാഗ്യം മനു നമ്പൂതിരിയെ തേടിയെത്തി. ശബരിമല മേൽശാന്തി പട്ടികയിലും മനു ഉണ്ടായിരുന്നു.
മഹാസൗഭാഗ്യം. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇതിൽ പെടുന്നത്. ഞാൻ ലിസ്റ്റിൽ വന്നിട്ടുണ്ട്. ഞറുക്കിൽ വരുന്നത് ആദ്യമായിട്ട് 4 പ്രാവശ്യം കൊണ്ട് ലിസ്റ്റിൽ വരുന്നുണ്ട്. 2 പ്രാവശ്യം 2 ശബരിമല മേൽശാന്തിയും മാളിപ്പുറ മേൽശാന്തി ആയിട്ടും 2 പ്രാവശ്യം മാളിപ്പുറത്ത് മാത്രം ലിസ്റ്റിലുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞറുക്ക് കിട്ടുന്നത്. ആദ്യമായിട്ടാണ്. ജില്ലാ ജഡ്ജി കൂടിയായ ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ജയകൃഷ്ണനാണ് നറുക്കെടുപ്പിന് നേതൃത്വം നൽകിയത്. ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് TR രാമചന്ദ്രൻ നായർ നിരീക്ഷകനായും ഉണ്ടായിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഉന്നത ഉദ്യോഗസ്ഥരും സന്നിഹിതരായിരുന്നു. ന്യൂസ് 18 സന്നിധാനം. ഇടവേള. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ടോ? അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിലുണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. എന്തുപറ്റി നമ്മുടെ ലൈവ് 6 തുടരുകയാണ്. വിദ്യാർത്ഥിനി TC വാങ്ങാൻ തീരുമാനിച്ചിട്ടും അവസാനിക്കാതെ എറണാകുളം പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ ഹിജാബ് വിവാദം. നിലപാടിൽ ഉറച്ചു നിൽക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കത്തോലിക്ക കോൺഗ്രസിന്റെ വിമർശനങ്ങൾക്ക് മറുപടി അർഹിക്കുന്നില്ലെന്ന് ന്യൂസ് 18നോട് പ്രതികരിച്ചു. സ്കൂളിലുണ്ടായ ഗുരുതരമായിട്ടുള്ള പ്രശ്നം മറച്ചുവെക്കാനുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും നിയമപരമായി ചെയ്യേണ്ട കാര്യങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകില്ലെന്നും മന്ത്രി പ്രതികരിച്ചു. സർക്കാരിനെ പിന്തുണച്ച് രംഗത്ത് വന്ന മുസ്ലിം ലീഗ് വിവാദത്തിൽ കക്ഷിയായി. എന്നാൽ വിദ്യാഭ്യാസ മന്ത്രി സന്യാസിമാരെ അപമാനിച്ചുവെന്നും മാപ്പ് പറയണമെന്നുമുള്ള നിലപാടിലാണ് കത്തോലിക്ക കോൺഗ്രസ്. ഹിജാബ് വിഷയത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രസ്താവനയ്ക്കെതിരെ കഴിഞ്ഞ ദിവസം ക്രൈസ്തവ സംഘടനകൾ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അതിന് രൂക്ഷമായ വിമർശനം ഉന്നയിച്ചുകൊണ്ട് മറുപടി നൽകിക്കൊണ്ട് മന്ത്രി വി ശിവൻകുട്ടി ഇന്ന് ന്യൂസ് 18നോട് പ്രതികരണം നടത്തിയത്. അവരുടെ വിമർശനത്തിൽ നിന്ന് മറുപടി പറയാൻ ഞാൻ ആളല്ല. അത് ആ വിമർശനത്തിന് മറുപടി അർഹിക്കുന്ന കാര്യമല്ല. വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിലും വിദ്യാഭ്യാസ ഡിപ്പാർട്ട്മെന്റ് എന്നുള്ള നിലയിലും കേരള എഡ്യൂക്കേഷൻ റൂൾ അനുസരിച്ചും കേന്ദ്ര വിദ്യാഭ്യാസ നയമനുസരിച്ചും കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നു മാത്രമേ ഉള്ളൂ. ഒരു വിദ്യാർത്ഥിയുടെയും വിദ്യാഭ്യാസം അവസാനിപ്പിക്കുന്ന നിലയിലുള്ള തീരുമാനം എടുക്കാൻ വേണ്ടി പാടില്ല, എന്തിന്റെ പേരിലായിരുന്നാലും. അദ്ദേഹം എടുത്തു പറഞ്ഞ കാര്യം ബോധപൂർവം സ്കൂളിലുണ്ടായ പ്രശ്നങ്ങൾ മറയ്ക്കാനായി വിവാദങ്ങൾ സൃഷ്ടിക്കാനുള്ള നീക്കം നടക്കുകയാണ് എന്നാണ്. അതിനിടയിലാണ് മന്ത്രിയുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നേതൃത്വം കൂടി രംഗത്തെത്തിയത്. മുൻ മന്ത്രി കൂടിയായ ലീഗിന്റെ മുതിർന്ന നേതാവ് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് വി ശിവൻകുട്ടി ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട് സ്വാഗതാർഹമാണ്. ചില ഛിദ്രശക്തികൾ വിഷയത്തിൽ വിവാദമുണ്ടാക്കാനായ ബോധപൂർവമായ ഇടപെടൽ നടത്തിയതുകൊണ്ട് മാത്രമാണ് ഇതിൽ ലീഗ് ഒരു നിലപാട് ആദ്യം പറയാതെ മൗനം പാലിച്ചത്. പക്ഷേ ഇപ്പോൾ പ്രതികരിക്കാതിരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് PK കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്ന കാര്യം നിയമം പറഞ്ഞ ഹിജാബ് വിലക്കാൻ ആകില്ല എന്ന് തന്നെയാണ്. അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണമായിപ്പോയി അത്. കാരണം നമ്മൾ ഈ ഛത്തീസ്ഗഡിലും അതുപോലെ തന്നെ ബാക്കി സ്ഥലങ്ങളിലുമൊക്കെ കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ഇങ്ങനൊരു അസഹിഷ്ണുതയുടെ ഒരു വലിയ ഉദാഹരണം ഉണ്ടായത് കേരളത്തിൽ തന്നെ വളരെ വളരെ അപമാനകരമായിപ്പോയി. ഓരോ വിഭാഗം നടത്തുന്ന സ്കൂളുകൾ
അതത് വിഭാഗങ്ങൾക്ക് മറ്റുള്ളവരുടെ വേഷവും കാര്യവും മറ്റും ഇതൊക്കെ ഒരു ഗിവ് ആൻഡ് ടേക്കിൽ പോകുന്ന കാര്യങ്ങളാണ്. നിയമം മാത്രം പറഞ്ഞാൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഈ പള്ളുരുത്തി സ്കൂളിൽ സംഭവിച്ച കാര്യങ്ങൾ വളരെ വളരെ അനഭിലഷണീയമാണ്. അത് അസഹിഷ്ണുതയുടെ അതിൻ്റെ ആ വാർത്താസമ്മേളനവും അത് സംബന്ധിച്ച അവർ പറഞ്ഞതും അതുപോലെ തന്നെ അതിനെ എതിർത്ത് പറഞ്ഞതും എല്ലാം അസഹിഷ്ണുതയുടെ ഉദാഹരണങ്ങളാണ്. ഈ വിഷയത്തിൽ കോൺഗ്രസ് നേതൃത്വം കൃത്യമായി ഒരു നിലപാട് സ്വീകരിക്കുകയോ അല്ലെങ്കിൽ പരസ്യമായ നിലപാട് പറയുകയോ ചെയ്യാതിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ലീഗ് നേതൃത്വം മന്ത്രി വി ശിവൻകുട്ടി എടുത്ത നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാടെടുക്കാൻ നിർബന്ധിതമാകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തും. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ലെന്ന് വകുപ്പിനെ ഉദ്ധരിച്ചുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയും മാനേജ്മെന്റിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ സ്കൂൾ പ്രതിനിധികളും അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടിരിക്കുന്നത് ഈ കുട്ടി TC വാങ്ങിക്കൊണ്ട് മറ്റൊരു സ്കൂളിൽ പ്രവേശനം തേടുന്നതിനുള്ള നടപടികളുമായി അതിൻ്റെ രക്ഷകർത്താക്കൾ മുമ്പോട്ട് പോകുന്നതിനാൽ മാത്രമാണ്. ഏതെങ്കിലും വിധേന ആ കുട്ടിക്ക് മറ്റൊരു സ്കൂളിൽ അഡ്മിഷൻ ലഭിക്കാത്ത സാഹചര്യമുണ്ടായാൽ അപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ ഇടപെടൽ ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നും കൂടി മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെക്കുന്നുണ്ട്. സ്കൂളുകൾ അവിടെ ക്രിസ്ത്യാനി, മുസൽമാൻ, ഹിന്ദു എല്ലാം ഒരുമിച്ച് പഠിക്കേണ്ട വിദ്യാലയങ്ങളാണ്. പാഠശാലയല്ല സ്കൂളെന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുക എന്നുള്ളതല്ലാതെ രാഷ്ട്രീയ മുതലെടുപ്പിനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് കുഴപ്പമാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തി അതൊക്കെ ജനങ്ങൾ നേരിട്ട് കാണുന്ന ജനങ്ങൾ അതെല്ലാം തള്ളിക്കളയും. എന്തായാലും ക്രൈസ്തവ സഭയിലെ ഒരു വിഭാഗം ഇതിൽ മന്ത്രിക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുമ്പോഴും നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്ന് പറഞ്ഞ് തന്റെ നിലപാട് കടുപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയും ഉറച്ചു നിൽക്കുന്നത്. ലീഗ് അടക്കം മന്ത്രിയുടെ നിലപാടിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്ന പശ്ചാത്തലത്തിൽ കോൺഗ്രസ് നേതൃത്വ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നത്. റൈറ്റ്. ഇപ്പോൾ വിശ്വാസ സംരക്ഷണ സംഗമത്തിൽ അവിടെ പദയാത്രയുടെ സമാപന സമ്മേളനത്തിൽ വി ഡി സതീശൻ സംസാരിക്കുന്നു. 5 കൊല്ലം കഴിഞ്ഞപ്പോ വീണ്ടും സ്വർണം പൂശുന്നത് അന്ന് നടത്തിയ കളവ് നമുക്കറിയാം. കള്ളന്മാർക്കൊരു കുഴപ്പമുണ്ട്. കള്ളന്മാര് നടത്തിയ കളവ് ആരും അറിഞ്ഞില്ലെങ്കിൽ അവര് പിന്നെ എന്ത് ചെയ്യും? വീണ്ടും കാക്കാൻ പോകും അല്ലേ? അപ്പൊ 2019 പൂശിയ ഈ സ്വർണം പൂശിയ ഈ പാളികൾ വീണ്ടും സ്വർണം പൂശാൻ 6 കൊല്ലത്തിനകം ഈ ദേവസ്വം ബോർഡിനൊരു ബോധോദയമുണ്ടായി. എന്തിനാ? വീണ്ടും കാക്കാൻ. തിരുവാഭരണം കമ്മീഷണറുടെ ഒരു കത്തുണ്ട്. ഞാൻ കോടതി വിധി മുഴുവൻ വായിച്ചതാണ്. എന്താ തിരുവാഭരണം കമ്മീഷണറുടെ കത്ത്? മദ്രാസിലെ കമ്പനിക്ക് കൊടുക്കരുത്, അത് പ്രാപ്തരല്ല. 2, ശബരിമല സന്നിധിയിൽ വെച്ച് തന്നെ സ്വർണം പൂശണം, പുറത്തേക്ക് കൊണ്ടുപോകരുത്. ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു 10 ദിവസത്തിനകം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠം ചാടി. എന്താ കാര്യം തിരുവാഭരണം കമ്മീഷണർ മറുകണ്ഠം ചാടാൻ? ഈ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇപ്പോഴത്തെ ഒന്നും അറിയില്ലേ എന്ത് രാമനാരായണ എന്ന് പറയുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഒരു കത്ത് കൊടുത്തു തിരുവാഭരണം കമ്മീഷണർക്ക്. ഇവിടെ വെച്ച് നന്നാക്കിയാൽ പോരാ, പോറ്റി കൊണ്ടുപോകണം. ഏത് പോറ്റി? ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോകണം എന്ന് കത്ത് കൊടുത്തു. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിലാണ് 2019 ശബരിമലയുടെ സ്വർണം മോഷ്ടിച്ചത് എന്നറിയാവുന്ന ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും ഈ ദേവസ്വം മന്ത്രിയും കൂടി വീണ്ടും തിരുവാഭരണം കമ്മീഷണറുടെ കത്ത് മറികടന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വീണ്ടും മദ്രാസിലേക്ക് കൊടുത്തുവിടാൻ തീരുമാനമെടുത്തു. അതിനാണ് ഞങ്ങൾ പറഞ്ഞത് വാസവൻ രാജിവെക്കണം, ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം എന്ന് UDF പറഞ്ഞത്. അതുകൊണ്ടാണ് വീണ്ടും കാക്കാൻ പോയത്. അയ്യപ്പൻ ഇടപെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ വീണ്ടും ഇത് വിറ്റേനെ. അയ്യപ്പന്റെ തങ്ക വിഗ്രഹം കൂടി ഉമാരടിച്ചുകൊണ്ടുപോയത്. അയ്യപ്പൻ അറിയാം അത് സംഭവിക്കുമെന്ന്. അയ്യപ്പനെ ആക്ട് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പുറത്തു വന്നതുകൊണ്ടാണ് ഇത് നടന്നത്. ഇപ്പൊ ഇന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറയാ എനിക്ക് കുറച്ചേ കിട്ടിയുള്ളൂ, ബാക്കി മുഴുവൻ അവന്മാരെ അടിച്ചുകൊണ്ടുപോയെന്ന്. ഏതവന്മാരെ അടിച്ചുകൊണ്ടുപോയത്? പറയണം പിണറായി വിജയൻ. ആരാണ് അടിച്ചുകൊണ്ടുപോയതെന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അയ്യപ്പന്റെ സ്വർണവും അയ്യപ്പന്റെ ദ്വാരപാലക വിഗ്രഹവും ആരാണ് കട്ടുകൊണ്ടുപോയി വിറ്റത് എന്ന് കേരളത്തിലെ മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് പറയണം. അത്രയും വലിയ കവർച്ചയാണ്, ഭക്തരുടെ ഹൃദയത്തിൽ മുറിവുണ്ടാക്കിയ സ്വർണ്ണ കൊള്ളയാണ് നിങ്ങൾ ശബരിമലയിൽ നടത്തിയത്. നിങ്ങൾ എന്നിട്ട് കപട അയ്യപ്പ ഭക്തിയുമായി നിങ്ങൾ പമ്പയിലേക്ക് പോകുന്നു. ഞങ്ങൾ ആവശ്യപ്പെട്ടത് എന്താണ്? നിങ്ങൾക്ക് അയ്യപ്പ ഭക്തി ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്
സുപ്രീം കോടതിയിൽ കൊടുത്തിരിക്കുന്ന സത്യവാങ്മൂലം നിങ്ങൾ പിൻവലിക്കണം. തയ്യാറുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി? ശബരിമലയിലെ സമരമുണ്ടായപ്പോൾ ആയിരക്കണക്കിന് സ്ത്രീകളടക്കം നാമജപ ഘോഷയാത്ര നടത്തിയതിന് എടുത്തക്കണം. ഈ ദേവസ്വം ബോർഡിനെ പുറത്താക്കണം. ഈ ഉദ്യോഗസ്ഥന്മാർ, ഇതിനെല്ലാം കൂട്ടുനിന്ന കുറെ ഉദ്യോഗസ്ഥന്മാർ, ഇവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാർ, ഇത് കഴിഞ്ഞപ്പോൾ അവരെ ഏറ്റുമാനൂർ അമ്പലത്തിലേക്ക് വിട്ടു. ആ സെറ്റിന് ഏറ്റുമാനൂർ അമ്പലത്തിൽ ആദ്യം സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല പോയി. പക്ഷേ ശബരിമല ഏറ്റുമാനൂരും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ശബരിമലയിൽ സീസണിൽ 1-ാം തീയതി ആളല്ലോ. പതുക്കെ 7.5 പൊന്നാന, മഹാദേവന്റെ 7.5 പൊന്നാന എടുത്ത് പുറത്തേക്ക് വെച്ചു, പുറത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാ. പക്ഷേ ഏറ്റുമാനൂരിൽ ഭക്തരും ജനങ്ങളും അമ്പലം വളഞ്ഞു, കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ ഏറ്റുമാനൂരിലെ മഹാദേവന്റെ 7.5 പൊന്നാന ഏതെങ്കിലും കോടീശ്വരന്റെ വീട്ടിലിരുന്നേന്, അതും വിൽക്കുമായിരുന്നു. കമന്ന് വീണാൽ കാൽപ്പണവുമായി പൊങ്ങുന്ന കൊള്ളക്കാരുടെ സർക്കാരാണ് കേരളം ഭരിക്കുന്നത്. കൊള്ള ചെയ്യുന്നവന്റെ, ഭഗവാന്റെ സ്വർണം കൊള്ള ചെയ്തവന്റെ കമ്മീഷൻ അടിക്കുന്ന ആളുകളുള്ള നേതൃത്വമാണ് കേരളത്തിലെ ഗവൺമെന്റിനുള്ളത്. അതിനെതിരായിട്ടുള്ള കേരളത്തിലെ ഭക്തരുടെ പ്രതിഷേധമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി പ്രകടിപ്പിക്കുന്നത്. ഞങ്ങൾ ഇതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. ഇതിലെ യഥാർത്ഥ കുറ്റവാളികളെ മുഴുവൻ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരുന്നതുവരെ, ഈ കവർച്ച ചെയ്ത സാധനങ്ങൾ മുഴുവൻ അയ്യപ്പന്റെ ക്ഷേത്ര സന്നിധിയിൽ തിരിച്ചെത്തുന്നതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും ഈ സമരവുമായി മുന്നോട്ട് പോകും. അയ്യപ്പ ഭക്തരുടെ വികാരം ഉൾക്കൊണ്ടുകൊണ്ട്, അവരുടെ ഉത്കണ്ഠ മനസ്സിലേറ്റിക്കൊണ്ട്, അവരുടെ സങ്കടങ്ങൾ, അവരുടെ കണ്ണുനീര്, അവരുടെ ഭക്തിയിൽ പൊതിഞ്ഞ അവരിട്ട കാണിക്കയിൽ നിന്നുണ്ടാക്കിയ ഈ സമ്പാദ്യം മുഴുവൻ കട്ടുമുടിച്ചവന്മാർക്കെതിരായ ഈ നിരന്തരമായ നമ്മുടെ പോരാട്ടം തീർച്ചയായും ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും, ഒരു സംശയവുമില്ല. പിന്നെ ഇതിൻ്റെ അവസാന നാളുകളാണ്, ഈ ഗവൺമെന്റിന്റെ അവസാന നാളുകളാണ്. ഒരു കാര്യം ഞങ്ങൾ പറയുന്നു, ഈ കേസുകൾ പിൻവലിക്കാൻ നിങ്ങൾ തയ്യാറായില്ല എങ്കിൽ ആ കേസുകളിൽ പ്രതികളായ ഭക്തജനങ്ങൾ വിഷമിക്കേണ്ട. 2026 ഏപ്രിൽ മാസത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഐക്യ ജനാധിപത്യ മുന്നണി 100-ലധികം സീറ്റുമായി അധികാരത്തിൽ വരും. അന്ന് ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ UDF സർക്കാർ ആദ്യത്തെ മാസം ഈ കേസുകൾ മുഴുവൻ പിൻവലിക്കും. ഞങ്ങൾ വാക്കാണ്, UDFന് വേണ്ടി, കോൺഗ്രസിന് വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്. വേദിയിലിരിക്കുന്ന മുഴുവൻ നേതാക്കൾക്കും വേണ്ടി ഞങ്ങൾ തരുന്ന വാക്കാണ്, ആ കേസുകൾ പിൻവലിക്കും. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല, മുഴുവൻ നേതാക്കളും ഇവിടെയുണ്ട്. ഈ ജാഥയിൽ, ആ ജാഥ നയിച്ച മുഴുവൻ നേതാക്കന്മാരെയും, പ്രത്യേകിച്ച് ശ്രീ അടൂർ പ്രകാശിനെയും കൊടിക്കുന്നിൽ സുരേഷിനെയും പ്രിയങ്കരനായ ശ്രീ ബെന്നി ബഹനാനെയും ഗുരുവായൂരിൽ നിന്ന് ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്ന ശ്രീ കെ മുരളീധരനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. വൈസ് ക്യാപ്റ്റന്മാരെ, ഇന്ന് ഐക്യജനാധിപത്യ മുന്നണി സംഘടിപ്പിച്ച ഈ പദയാത്ര ഗംഭീര വിജയമാക്കി മാറ്റിയ മുഴുവൻ UDF പ്രവർത്തകരെയും ഞാൻ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വിശ്വാസ സംഗമ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. വിശ്വാസ സംരക്ഷണ സംഗമം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സംസാരിക്കുകയായിരുന്നു. എത്തിച്ചേരാൻ പോകുന്ന കെ മുരളീധരൻ, ജാഥ ക്യാപ്റ്റനും അദ്ദേഹം നന്ദി അറിയിക്കുകയുണ്ടായി. പന്തളത്ത് UDFന്റെ വിശ്വാസ സംരക്ഷണ ജാഥയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടത്. ഇനി ഹിജാബ് വിവാദത്തിൽ പള്ളുരുത്തി സെന്റ് റീത്താസ് പബ്ലിക് സ്കൂളിലെ PTA പ്രസിഡന്റ് ജോഷിക്കെതിരെ പോലീസിൽ പരാതി. സാമൂഹിക മാധ്യമങ്ങളിലൂടെ വർഗീയ പ്രചാരണം നടത്തിയെന്ന് ചൂണ്ടിക്കാട്ടി PTA എക്സിക്യൂട്ടീവ് അംഗം ജമീറാണ് ഇത്തരത്തിൽ പരാതി നൽകിയത്. സ്കൂളിനെതിരെ കേരള മഹല്ല് കൂട്ടായ്മയും രംഗത്തെത്തി. വിദ്യാഭ്യാസ വകുപ്പിനെയും സംസ്ഥാനത്തെ നിയമങ്ങളെയും വെല്ലുവിളിച്ചുള്ള സ്കൂൾ മാനേജ്മെന്റിന്റെ നീക്കം നല്ലതല്ല എന്ന് കേരള മഹല്ല് കൂട്ടായ്മ സംസ്ഥാന കോർഡിനേറ്റർ TA മുജീബ് റഹ്മാൻ പറഞ്ഞു. ആജ്ഞ രവീന്ദ്രൻ നൽകും വിവരങ്ങൾ.
സെയിന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട് PTA പ്രസിഡന്റ് ജോഷി കൈതവളപ്പിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് മറ്റൊരു PTA അംഗമായിട്ടുള്ള ജമീർ എന്നാൾ. അതായത് ജോഷി കൈതവളപ്പിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി സൈബർ പോലീസ് സ്റ്റേഷൻ നൽകിയിരിക്കുന്ന പരാതി ഈ കസബ പോലീസ് സ്റ്റേഷനിലേക്ക്, അതായത് പള്ളുരുത്തി കസബ പോലീസ് സ്റ്റേഷനിലേക്ക് കൈമാറിയിട്ടുണ്ട്. തുടർ നടപടികൾ, അതായത് കേസ് രജിസ്റ്റർ ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ആയിട്ടില്ല. എന്നിരുന്നാലും ഈ കാസയുടെ സൈറ്റിൽ വന്നിരുന്ന ഫേസ്ബുക്ക് പേജിൽ വന്നിരുന്ന പോസ്റ്റ്, അതായത് ഈ സെന്റ് റീത്ത സ്കൂളിലെ വിവാദം, ഹിജാബ് വിവാദം, അത് നിരോധിത സംഘടനകളുടെ ഇടപെടൽ മൂലം വീണ്ടും പ്രശ്നമുണ്ടായിരിക്കുന്നത് എന്നുള്ള കാസയുടെ പേജിൽ വന്നിരിക്കുന്ന പോസ്റ്റ് ഷെയർ ചെയ്തിരിക്കുകയാണ്. മറ്റൊരു 2 പോസ്റ്റുകൾ കൂടി അദ്ദേഹം ഇട്ടിട്ടുണ്ട്. അതിൽ മുഴുവൻ ഇത്തരത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന പോസ്റ്റുകളാണ് അദ്ദേഹം പ്രചരിപ്പിക്കുന്നതെന്നുള്ള ആരോപണമാണ് പ്രധാനമായും പരാതിയിലുള്ളത്. അതേസമയം ഈ സെന്റ് റീത്ത സ്കൂളിനെതിരെ തന്നെ ഹിജാബ് വിവാദവുമായി ബന്ധപ്പെട്ട കേരള മുസ്ലിം ജമാഅത്തും അതുപോലെ കേരള മഹല്ല് കൂട്ടായ്മയും രംഗത്തെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അടിസ്ഥാനപരമായി സ്കൂളിൽ മതസൗഹാർദ്ദത്തിൻ്റെ പാഠങ്ങൾ സ്കൂളിൽ നിന്നും പഠിപ്പിക്കണം. ഇത്ര കാലം ഇതിൽ ഇടപെടാതിരുന്നത് മതപരമായ കാര്യങ്ങൾ അനുവദിക്കുന്നതിന് സ്കൂൾ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉൾപ്പെടെ ഇക്കാര്യത്തിൽ നിലകൊള്ളുമ്പോൾ എന്തുകൊണ്ടാണ് സ്കൂൾ മാനേജ്മെൻറ്റ് ഇതിനോട് ഇത്ര വിമുഖത കാണിക്കുന്നത് എന്നുള്ളതായിരുന്നു കേരള മഹല്ല് കൂട്ടായ്മ ചോദിച്ചത്. അങ്ങനെയായിരുന്നു. ഇതിൽ ഒരു പ്രശ്നമുണ്ടാക്കേണ്ട, അത് അങ്ങ് തീരുന്നെങ്കിൽ തീരട്ടെ എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഈ ദിവസങ്ങളിലൊന്നും ഇതുമായി ബന്ധപ്പെട്ട് പരസ്യമായൊരു പ്രതികരണത്തിന് വരാതിരുന്നത്. അതേസമയം സമാന വിഷയങ്ങൾ പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കണ്ടു. അത് പ്രത്യേകിച്ചും ക്രൈസ്തവ മാനേജ്മെൻറ്റ് ഉള്ള പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അതേ പ്രശ്നം കണ്ടു. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്കൂൾ മാനേജ്മെൻറ്റ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രിൻസിപ്പളുടെ ബോഡി ലാംഗ്വേജ് അങ്ങേയറ്റം അപക്വമായിരുന്നു എന്നുള്ള കാര്യവും കേരള മുസ്ലിം ജമാഅത്ത് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഹിജാബ് ധരിച്ചെത്തിയ കുട്ടിക്കെതിരെ മാധ്യമങ്ങളിലൂടെ നിരന്തരം പരാമർശം നടത്തി കുട്ടി മറ്റൊരിടത്ത് പഠിക്കാതിരിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. അതേസമയം ആ കുട്ടി അത് മാനസികമായി തളർത്തുകയാണ് എന്നും കേരള മുസ്ലിം ജമാഅത്ത് ചൂണ്ടിക്കാണിക്കുന്ന സാഹചര്യമുണ്ടായി. ഒരിടവേള കൂടി. KPCC പുനഃസംഘടനയിൽ എതിർപ്പ് തുറന്നടിച്ച് ഓർത്തഡോക്സ് സഭാംഗങ്ങൾ ഏത് സ്ഥാനത്തായാലും അവരെ തഴയാമെന്നൊരു ചിന്ത കാണുന്നു. ആർക്കും അടിക്കാവുന്ന ചെണ്ടയല്ല ഓർത്തഡോക്സ് സഭാ അംഗങ്ങൾ. അബിൻ വർക്കിയും ചാണ്ടിയുമനും ഞങ്ങളുടെ യുവതയാണെന്ന് കുന്നംകുളം ഭദ്രാസനാധിപൻ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപ്പോലിത്ത പറഞ്ഞു. എനിക്ക് ഓർപ്പിക്കാനുള്ള ഇത്രയേ ഉള്ളൂ. മലങ്കര സഭ ആർക്കും ഏത് വിധത്തിലും കൊട്ടാവുന്ന ചെണ്ടയാണ് എന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അബിൻ വർക്കിയും ശ്രീ ചാണ്ടിയുമ്മനും ഒക്കെ ഞങ്ങളുടെ യുവതയാണ്. അവരാരും മതം വെച്ച് കളിക്കാറില്ല. അവരാരും ഞങ്ങൾ ഇന്ന സഭക്കാരാണെന്ന് പറയാറില്ല. രാഷ്ട്രീയ സാമൂഹിക രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഒരു തീവ്രവാദത്തിനും മലങ്കര സഭ ഒരിക്കലും കൂട്ടുനിന്നിട്ടില്ല, നിൽക്കുകയുമില്ല. എന്നാൽ സാമൂഹിക പ്രതിബദ്ധതയോടുകൂടി ഇടപെടുന്നവരെ അവർക്ക് നേരെ എന്തും ചെയ്യാമെന്ന ഒരു ധാർഷ്ട്യം KPCC ഭാരവാഹി പട്ടികയെ ചൊല്ലിയുള്ള അതൃപ്തി പരിഹരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെടൽ. കെ മുരളീധരനുമായി ഹൈക്കമാൻഡ് പ്രതിനിധികൾ ചർച്ച നടത്തും. ചാണ്ടിയുമ്മനെയും അബിൻ വർക്കിയെയും തടഞ്ഞതിൽ പ്രതിഷേധം പരസ്യമാക്കിയ ഓർത്തഡോക്സ് സഭാ നേതൃത്വവുമായി KPCC നേതൃത്വവും ചർച്ച നടത്തും. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ സ്ഥാനമൊഴിയണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി ഒരു വിഭാഗം. പെരുന്നയിലെ NSS ആസ്ഥാനത്തേക്ക് മാർച്ച് നടത്തിയവരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആലുവയിൽ നിന്നുള്ള കരയോഗം പ്രസിഡന്റ് അടക്കമുള്ളവരാണ് NSS വിമോചന സമിതി എന്ന പേരിൽ പ്രതിഷേധവുമായി എത്തിയത്. സംസ്ഥാനത്ത് അതിശക്തമായിട്ടുള്ള മഴ തുടരുകയാണ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. 7 ജില്ലകളിൽ യെല്ലോ അലർട്ട് നൽകിയിട്ടുണ്ട്. ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശവും പലയിടത്തുമുണ്ട്.
മിന്നൽ പ്രളയത്തിൽ വിറങ്ങലിച്ചു പോയി ഇടുക്കി. കഴിഞ്ഞ രാത്രിയിൽ പെയ്ത കനത്ത മഴയിൽ കല്ലാർ പുഴ കവിഞ്ഞൊഴുകിയതോടെ നിരവധി വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും വെള്ളം കയറി. വാഹനങ്ങൾ ഒലിച്ചു പോവുകയും ചപ്പാത്ത് തകരുകയും ചെയ്തു. ജലനിരപ്പ് ഉയർന്നതോടെ മുല്ലപ്പെരിയാർ കല്ലാർ ഡാമുകൾ തുറന്നു. വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ തുടങ്ങിയ മഴ അർദ്ധരാത്രിയോടെ അതിശക്തമാവുകയായിരുന്നു. കൂട്ടാർ, തൂക്കുപാലം, മുണ്ടിയരുമ, ബാലഗ്രാം, താന്നിമൂട് തുടങ്ങിയ പ്രദേശങ്ങളിലെ നൂറുകണക്കിന് വീടുകളിലും വ്യാപാര സ്ഥാപനങ്ങളിലും വെള്ളം കയറി. കൂട്ടാറിൽ ഒരു ട്രാവലറും ബൊലോറയും കാറും ബൈക്കും ഒഴുക്കിൽപ്പെട്ടു. വെള്ളമുയർന്ന മേഖലകളിൽ കഴിഞ്ഞിരുന്നവരെ രാത്രി തന്നെ നാട്ടുകാർ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നു. ഇന്നലെ രാത്രി അതിഭീകരമായ മഴയായിരുന്നു. അന്നേരം പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് വീടിൻ്റെ സിറ്റൗട്ടിൽ വെള്ളം കയറി നിൽക്കുന്നു. പുറത്ത് മുറ്റം മൊത്തം ടൈലിൽ മൊത്തം ഒരു അരയടി കനത്തിൽ ചെളി വന്ന് അണിഞ്ഞ ഒരു സാഹചര്യമാണ് ഉണ്ടായത്. മുണ്ടിയരുമയിൽ വീടിനുള്ളിൽ വെള്ളം കയറിയതിനെ തുടർന്ന് ഒരു കുടുംബം വീടിന് മുകളിൽ അഭയം പ്രാപിച്ചെങ്കിലും പിന്നീട് വീട് പൂർണ്ണമായും മുങ്ങുന്ന സാഹചര്യമുണ്ടായി. ഇവരെ നാട്ടുകാർ സാഹസികമായി രക്ഷപ്പെടുത്തി. കൂട്ടാറിൽ നിന്ന് ഗ്രാമീണ മേഖലയായ അല്ലിയാറിലേക്കുള്ള ചപ്പാത്ത് തകർന്നു. തൂവൽ വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റിലെ നടപ്പാലത്തിലും വെള്ളം കയറി. കട്ടപ്പന കുന്തളംപാറയിലും തോട് കരകവിഞ്ഞ് ഒഴുകുകയാണ്. വണ്ടിപ്പെരിയാർ, കക്കിക്കവല, കുമളി ശാസ്താംനട, ആനവിലാസം ഭാഗങ്ങളിലും വെള്ളമുയർന്നു. ഇവിടെ നിന്നും ആളുകളെ മാറ്റിപ്പാർപ്പിച്ചു. വ്യാപകമായ കൃഷിനാശവും ജില്ലയിലുണ്ടായി. അന്യാർത്തോളുവിൽ വളർത്തുമൃഗങ്ങൾ ഒലിച്ചുപോയി. നിരപ്പൽക്കടയിൽ അരയേക്കറിലധികം ഭൂമി നശിച്ചു. കൂട്ടാറിൽ ഒരു വീട് പൂർണ്ണമായും തകർന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടി പിന്നിട്ടതോടെ 8 സ്പിൽവേ ഷട്ടറുകളും ഘട്ടം ഘട്ടമായി ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുകാൻ തുടങ്ങി. 3763 ക്യൂസെക്സ് വെള്ളമാണ് നിലവിൽ പെരിയാറിലേക്ക് ഒഴുക്കുന്നത്. കല്ലാർ ഡാമിന്റെ എല്ലാ ഷട്ടറുകളും ഉയർത്തി വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട്. ഡാമിൽ നിന്നുള്ള വെള്ളം പുറത്തേക്കൊഴുക്കിയതോടെ പച്ചടിയിൽ ഓട്ടോറിക്ഷ ഒഴുകിപ്പോയി. രാവിലെ മുതൽ മഴ തോർന്നെങ്കിലും കല്ലാർപ്പുഴയിലെ ജലനിരപ്പ് ഇതുവരെയും താഴ്ന്നിട്ടില്ല. വിവിധ മേഖലകളിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. ന്യൂസ് 18 ഇടുക്കി. ലൈവ് 6 പൂർണ്ണമാവുകയാണ്. നമസ്കാരം.